ഞാനിന്നൊരു യാത്രയിലാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിലേക്കുള്ളൊരു യാത്ര. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഞാനും അച്ഛനും ദേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ആ, ദേ 6:10 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി നമ്മുടെ കോഴിക്കോടെത്തി. അപ്പൊ തൃശ്ശൂർ വരെ ഒന്ന് പോയിട്ട് വരാം. അവസാന നിമിഷത്തെ ബുക്കിംഗ് ആയതുകൊണ്ട് എനിക്കും അച്ഛനും 2 കമ്പാർട്ട്മെന്റുകളിലാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വിരസതയുടെ നീണ്ട 2 മണിക്കൂറുകൾ തന്നെയായിരുന്നു. 8:15 വണ്ടി തൃശ്ശൂരെത്തി. ഞാനും അച്ഛനും കൂടി ഒരു ഓട്ടോ എടുത്ത് നേരെ ഭാരത് ഹോട്ടലിലെത്തി. ഭാരത് ഹോട്ടൽ അറിയാത്ത തൃശ്ശൂരുകാരില്ലെന്നാണ് കേട്ട് കേൾവി. 2 മസാല ദോശയും ഒരു കാപ്പിയും ഒന്ന് വാങ്ങി. കൊള്ളാം, നല്ല ക്ലാസ് മസാല ദോശ. ബദാം മിൽക്കിന് ഇത്രയും പേര് കേട്ട ഹോട്ടലായിട്ടും ഞാനിതറിയാൻ ഏറെ വൈകിപ്പോയി. സാരില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. ഇനിയാണ് എൻ്റെ യാത്രയുടെ കഥ തുടങ്ങുന്നത്. വടക്കുംനാഥൻ, നിശബ്ദതയുടെ പവിത്രമായ ഇടം. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു ക്ഷേത്രം. വെറും കല്ലുകൊണ്ട് നിർമ്മിച്ചതല്ല, നൂറ്റാണ്ടുകളുടെ നിശബ്ദതയുടെ ഒരു നിർമ്മിതി. ഇതാണ് വടക്കുംനാഥൻ, വടക്കിന്റെ നാഥൻ. കാലാതീതമായ സാന്നിധ്യം, ധ്യാനിക്കുന്ന ശിവൻ. ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ്. വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തൊരു വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായും പവിത്രമായ നെയ്യിൽ പൊതിഞ്ഞിരിക്കുന്ന. അതിൻ്റെ പാളികൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അവ ഒരിക്കലും ഉരുകിയിട്ടില്ല, ക്ഷയിച്ചിട്ടുമില്ല. അത്ഭുതം അല്ലേ? ഇവിടെ ശിവൻ രൗദ്രഭാവത്തിലല്ല, നൃത്തം ചെയ്യുന്നുമില്ല, ധ്യാനിക്കുന്നു. നിശബ്ദത ശൂന്യമല്ല, അത് പവിത്രമാണ്. കൗതുകകരമായ മറ്റൊരു കഥ എന്തെന്നാൽ തൃശ്ശൂർ പൂരം വടക്കുംനാഥന്റെ പൂരമല്ല, ഇവിടെയുള്ള നീതിലക്കാവിൽ അമ്മയുടെ പൂരമാണ്.